ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആരാണെന്നല്ലേ? ഇതേവരെ ഇങ്ങനെ ഒരു ഇൻട്രോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. സുന്ദരിയാണല്ലോ. കണ്ടപ്പോ അടിവയറ്റിലും മഞ്ഞുള്ള രാത്രി നിന്റെ ചിരിയത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാകി. എന്താണ് ക്രിസ്മസിന്റെ വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇനി? ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നാച്ചുറലി കൂടുതൽ ഭംഗിയും കൂടുതൽ ഇങ്ങനത്തെ ആഘോഷങ്ങളും US-ലാണ്. സവിതം, one of my favorite movies. ആന പളുങ്ങ് കൊണ്ടൊരാന ആടുന്ന ആന ഓടുന്ന ആന കനിമാക്കൻ ആന. സെല്ലുലൈഡ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മേരി ക്രിസ്മസ്. നമസ്കാരം. സെല്ലുലോയിഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആരാണെന്നല്ലേ? സോ നമ്മുടെ ക്രിസ്മസ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, ക്രിസ്മസ് പാപ്പനെ നോക്കൂ, ആരാ? ഗസ് റിവീൽ ചെയ്യാം. ആരായിരിക്കും? വെൽക്കം ടു എപ്പിസോഡ്. താങ്ക് യു. നല്ല അടിപൊളി മാസ്ക് ഒക്കെ കേട്ടോ. സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല തോന്നണല്ലേ? അതിന്റെ ഒരു റബ്ബർ. അയ്യോ, അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ ഭയങ്കരമായിട്ട് ചുരുക്കിയത്. ഇതേവരെ ഇങ്ങനെ ഒരു ഇൻട്രോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി. താങ്ക് യു. ഓക്കെ, അപ്പോൾ ക്രിസ്മസിന്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ആൻഡ് ഇത്രയും സന്തോഷത്തിലുള്ള നിമിഷത്തിൽ നമുക്ക് വിഷമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ശ്രീനിയേട്ടന്റെ വേർപാട്. അപ്പോൾ ഒരു നിമിഷം നമുക്ക് ചേട്ടന് വേണ്ടി. സോ ചേച്ചി, വെൽക്കം ടു അവർ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ക്രിസ്മസ് സ്പെഷ്യൽ ആണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പുതുമ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഞാൻ ഇതേവരെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ആ ഒരു നല്ല ക്രിസ്മസ് വൈബ് എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. ആൻഡ് എല്ലാം കൊള്ളാം. ഒരു കാര്യം ഒഴിച്ച് ഒരു മിസ്സിങ് സംഭവം ഉണ്ട് ഇവിടെ. നിങ്ങളെ കണ്ട കറക്റ്റ് ഒരു ക്രിസ്മസ് ഫീലിലാണ് കിടക്കുന്നത്. എനിക്കപ്പോ റെഡ് സാധനം ഒരു തരൂ. എനിക്ക് റെഡ് ഇങ്ങനെയൊക്കെ ഹിന്റ് തരുവാ. ഹിന്റ് തരുവാ. ഞാൻ ഇങ്ങനെ അതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു തരൂ. താങ്ക്സ്. ഇതൊക്കെ ഇട്ടാലാണ് ഒരു വൈബ് വരുന്നത് അല്ലേ? ഇതെങ്ങനെ ഇങ്ങനെയല്ലേ ഇടുന്നത്? അതെ അതെ. ഇപ്പൊ സെറ്റായില്ലേ? ഓക്കെ, ഡൺ. സുന്ദരിയാണല്ലോ, എപ്പോഴും സുന്ദരിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ചേച്ചിയെ നേരിട്ട് കാണുന്നത്. ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ വീട്ടിലെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയാം, ഞാൻ ഇന്റർവ്യൂവിന് ചേച്ചിയെ ഞാൻ ഇന്റർവ്യൂ. അപ്പൊ എൻ്റെ അമ്മ, അയ്യോ പുള്ളിക്കാരിയാണ്, നല്ല ഭംഗിയാ. ഞാനൊരു റാൻഡം ആയിട്ടൊരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. ചേച്ചി കണ്ടോന്ന് എനിക്കല്ല, 1992 ചെയ്ത ഒരു ഇന്റർവ്യൂ ഏതോ ഒരു അക്കൗണ്ട് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊരു ഭംഗിയാ. അതാ ഞാനത് വിചാരിച്ചായിരുന്നു. അത് പറഞ്ഞ ചേച്ചി എന്തായാലും ചോദിക്കും. ഇപ്പൊ ഞാൻ തന്നെ അല്ലേ? അതെ, ഉറപ്പായിട്ടും അതെ. എന്തൊരു ഭംഗിയായിരുന്നു ആ ഒരു സമയത്ത്. അതിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. ഞാൻ കുറെ കമന്റ്സ് കണ്ടു. ഇപ്പോഴും എങ്ങനെയാണ് ആ ഒരു യൗവനം നിലനിർത്തുന്നത്? എന്തൊരു ക്വസ്റ്റ്യൻ സ്ഥിരമാണല്ലോ മോളെ. ഓക്കെ, എനിവേ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം വെച്ചാൽ മേ ബി ഇറ്റ് ഇസ് ജെനറ്റിക്സ് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് അത് പറയാം, ജെനറ്റിക്സ് അല്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഈ ഒരു പോസിറ്റിവിറ്റി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് വൺ ഓഫ് ദി മെയിൻ ഒരു ഫീൽ. അതായത് നമ്മൾ എന്ത് നമ്മുടെ മനസ്സിലുണ്ടോ അത് മുഖത്ത് നമ്മൾ അത് ഒരു ഈസി ആയിട്ട് എടുക്കുക. കുറച്ച് പോസിറ്റിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ വാട്ട് എവർ യു ഗിവ് യു ഗെറ്റ് ബാക്ക് എന്നൊരു ഫീലാണ്. പിന്നെ എല്ലാവരുടെയും ആ ഒരു സ്നേഹം
നമുക്ക് എന്തായാലും അതിൻ്റെ അവർ കേൾക്കുമ്പോഴും കാണുമ്പോഴും അവരുടെ ഇഷ്ടം കാണുമ്പോഴും ഇപ്പോൾ എത്രയോ സ്ഥലത്തൊക്കെ നമ്മൾ ഷൂട്ടിനും ഒക്കെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എയർപോർട്ടിലോ സ്റ്റേഷൻ എവിടെ ആയാലും നമ്മൾ പോകുമ്പോൾ ഓടി വന്നിട്ട് അയ്യോ ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ സെൽഫി എടുക്കുകയോ എന്നൊക്കെ വരുമ്പോഴേ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ ആ ഒരു സന്തോഷമുണ്ട്. അതായത് നമ്മൾ ഇത്രയും വർഷം നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് ഇത്ര ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ, അത് നിങ്ങളുടെ എല്ലാവരുടെ ഒരു സപ്പോർട്ടും ആ ഒരു സ്നേഹവും കൊണ്ട് മാത്രമാണ്. അപ്പൊ ആ ഒരു എന്തോ സംഹൗ ദാറ്റ് റിഫ്ലെക്ട്സ് ഇൻ യു എന്ന് ഫീൽ. ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്നത്, അല്ലാതെ ഇറ്റ്സ് നോട്ട് കോസ്മെറ്റിക്സ്, ഇറ്റ്സ് നോട്ട് എനി അതർ തിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1980 ഇപ്പൊ 2025 വരെ നിൽക്കുന്നു. ഇതിനിടയിൽ ചെറിയ ചെറിയ ബ്രേക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഓരോ തിരിച്ചുവരവും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഓരോ തിരിച്ചുവരലും ഓരോ അവാർഡ് ഉണ്ടാവും. ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേച്ചി? 1991 പിന്നീട് തിരിച്ചു വരുന്നത്. അതിലും ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അതുപോലെ 2 അവാർഡ്. അതുപോലെ 2017 തിരിച്ചു വരുന്നതിൽ ഞണ്ടുകളുടെ നാട്ടിലാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ഭയങ്കര ഒരു ഇഷ്ടം തിരിച്ചു കിട്ടിയ ഒരു സിനിമയായിരുന്നു. എങ്ങനെയായിരുന്നു ഞണ്ടുകളുടെ നാട്ടിൽ ആ സിനിമയിൽ എത്തിപ്പെട്ടത്? അത് ആ സമയത്ത് ഞാൻ US-ലായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഐ തിങ്ക് FB വഴിയൊക്കെയാണ് ഒരു മെസ്സേജ് ഒരിക്കൽ വന്നത്, യുനോ ലൈക്ക് ഇങ്ങനെ ഒരു സംഭവം ആക്ടിങ്ങിൻ്റെ കാര്യം. അപ്പം ഞാനത് വിശ്വസിച്ചില്ല. എന്ന് വെച്ചാൽ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്, നിയർലി 20-25 ഇയേഴ്സോളം ആയി. അപ്പോൾ പിന്നെ സിനിമയുടെ കാര്യം ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഞാൻ വെച്ച് വല്ല ചുമ്മാ ആൾക്കാർ തമാശ കളിക്കുന്നതായിരിക്കും എന്നൊക്കെ. പക്ഷെ അവർ സീരിയസ് ആയിട്ട് ഒരു സംഭവമായിട്ട് പറഞ്ഞു. അതായത് പിന്നീട് വീണ്ടും നിങ്ങൾ അറിയാം മാം അങ്ങനെ വിചാരിക്കും, പക്ഷെ അല്ല, ഞങ്ങളിങ്ങനെ സോ ആൻഡ് സോ പോളി ജൂനിയർ മറ്റേ പ്രൊഡക്ഷൻസിൽ നിന്നാണ് എന്നൊക്കെ. അപ്പോൾ അപ്പോഴും എനിക്കും അത് വലിയ പിടിയില്ല എന്താണെന്ന്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, ഓ നിവിൻ പോളിയുടെ പടമാണല്ലേ. അപ്പോൾ നിവിൻ്റെ പടം എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശാന്തി എന്തായാലും SK എന്നാണ് എന്നെ വിളിക്കാറ്. അപ്പോൾ SK അങ്ങനെ എന്തായാലും ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിവിൻ പോളി. അപ്പോഴാണ് ആ പ്രശ്നം വന്നത്, നിവിൻ പോളി ആരാന്ന് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അതില്ല. കാരണം ഇത്രയും വർഷം ഞാൻ അതിൽ നിന്ന് വിട്ടു നിന്നു. ഞാൻ മലയാളം സിനിമകൾ കാണാറില്ലായിരുന്നു. കാരണം പിള്ളേരുടെ കൂടെ ആകുമ്പോൾ മലയാളം കൂടുതലില്ല. സോ കൂടുതലും ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സമയമാണ്. വെബ് സീരീസ്, TV-യിലുള്ള സംഭവങ്ങൾ അല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അവർ പറഞ്ഞു, അയ്യോ എന്തായാലും SK ഇതിൻ്റെ അത്രയും നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്രയും വർഷം കഴിഞ്ഞ് വരുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിനക്ക് ഒരു പുറത്തോട്ടൊന്ന് വരാനും കൂടി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനത് പക്ഷേ നോക്കാം എന്ന ലൈനിൽ വിട്ടു. കാരണം അപ്പോഴും ഞാനത് സീരിയസ് ആയിട്ട് വേണ്ടെന്ന് തന്നെ ആയിരുന്നു. എനിക്ക് പറ്റൂല എന്ന്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു അഭിനയം ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇന്ത്യയിലോട്ട് ഞാൻ ആ സമയത്ത് വരുന്നുണ്ട്. വന്നപ്പോഴേക്കുമാണ് പിന്നെ അൽത്താഫൊക്കെ വീണ്ടും ഞാൻ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ അവർ എങ്ങനെയോ ബാംഗ്ലൂരിലൊക്കെ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞു ഒരിക്കൽ ഞങ്ങൾ ആ സ്റ്റോറി ഒന്ന് പറഞ്ഞോട്ടെ മാം, അതൊന്ന് കേട്ടിട്ട് പിന്നെ ഡിസൈഡ് ചെയ്യും. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഒരു പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം, കാരണം ദേ വാണ്ടഡ് എൻ ആർട്ടിസ്റ്റ് ഹൂ ഇസ് എ നോൺ ആർട്ടിസ്റ്റ്, പക്ഷെ കുറെ കാലമായിട്ട് കാണാത്ത ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം, ഒരു പുതുമ വേണം ആ രീതിയിൽ, പക്ഷെ ഒരു പുതു ആൾക്കാർ വേണ്ടെന്നാലും അതായിരുന്നു അവരുടെ മൈൻഡിലുള്ള ഒരു പ്രിയപ്പെട്ട ആരെങ്കിലും. അതെ, അവർക്ക് അങ്ങനെ വേണം എന്നായിരുന്നു. അപ്പോൾ പക്ഷെ അത് ഞാൻ വന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും അവർ എന്നെ നേരിട്ട് കാണാൻ വരുന്നു. പിന്നെ ആ പടത്തിന്റെ ഇന്റർവ്യൂ സ്റ്റോറിയും കൂടെ കേട്ടപ്പോഴേക്കും ഞാൻ വീണുപോയി. ഞാൻ പറഞ്ഞു ഓക്കെ, പെർഫോമൻസ് തന്നെയാണ് അതിലുണ്ടായിരുന്നത്. താങ്ക് യു. എന്റെ ഫസ്റ്റ് ഫിലിം ഫെയർ അവാർഡും എനിക്ക് ആ പടത്തിന്. അതാണ് ഞാൻ നോക്കുമ്പോൾ എല്ലാ തിരിച്ചുവരവിലും ഒരു അവാർഡ് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം ലെജൻഡറി സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ഒരു ന്യൂ കമേഴ്സ് ആണ് ഇപ്പോൾ അൽത്താഫയ്ക്ക് എന്ന് പറയുമ്പോൾ പുതിയ സംവിധായകരാണ്. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഭയങ്കര ഡിഫറൻസ് തോന്നി. കാരണം വെച്ചാൽ നമ്മൾ പണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ടെക്നോളജിയുടെ വ്യത്യാസമുണ്ട്. സോ പണ്ട് ഇവരുടെ ഭരതേട്ടൻ്റെയും പപ്പേട്ടൻ്റെ ഒക്കെ പോലത്തെ ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരെ അപ്പോഴൊന്നും നമുക്ക് വേറൊരു ഐഡിയ ഇല്ലല്ലോ. അതായത് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, അങ്ങനത്തെ ക്യാമറാസ് ആണ്, അങ്ങനത്തെ ഒരു ക്രൂ ആണ്, പിന്നെ ഇതുപോലത്തെ മോണിറ്റർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എത്രയും 81-ലാണ് നിദ്ര ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ വരുമ്പോൾ ഇങ്ങനത്തെ ക്യാമറ വർക്കും പിന്നെ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രെയിം വർക്കും അവരുടെ ഈ ആർട്ട് ഡയറക്ടറും കൂടിയായിരുന്നു ഭരതേട്ടൻ. അപ്പോൾ വരയ്ക്കുമായിരുന്നു ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം. അങ്ങനത്തെ ഒക്കെയാണ് ഇവർ എടുത്തത്. അപ്പോൾ നമ്മൾ അതും പിന്നെ ഡയറക്ടർ ക്യാമറയുടെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഒരു ആളായിരിക്കും. അപ്പൊ തന്നെ ആയിരിക്കും പിന്നെ നമ്മൾക്ക് റെസ്പോൺസ് കിട്ടുന്നത് ഫ്രം ദ
അപ്പൊ ക്യാമറാമാൻ എന്നാണ് വിളിച്ചുകൊണ്ടത്. DOP ഒന്നും നമുക്കറിയില്ല. ഒരു ക്യാമറാമാൻ ആണ്, നമുക്കൊരു അസോസിയേറ്റ് ഉണ്ടാവും, ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും, എല്ലാവരും ജസ്റ്റ് തൊട്ടാണ്. അപ്പൊ നമുക്ക് ഡയറക്ടറിന് ആക്ഷൻ ഒക്കെ പറയുമ്പോൾ ഡയറക്ടർ തന്നെയായിരിക്കും ചിലപ്പോൾ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ക്ലോസപ്പ് ഒക്കെ എടുക്കുന്നതും ഒക്കെ. സോ നമുക്ക് ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ അതില്ല ഇതല്ല ശാന്തി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഞാൻ വീണ്ടും ഇതിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞണ്ടുകളിൽ. കാരണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനൊരു വർക്ക്ഷോപ്പ്, അപ്പം നമ്മളൊക്കെ കൊച്ചിലെ കേട്ടിട്ടുള്ളത് വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ അവർ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഈ വർക്ക്ഷോപ്പിൽ പഠിപ്പിക്കുന്ന സംഭവം, ഞാൻ പറഞ്ഞു അതൊക്കെയാണോ എന്നെ എന്താ സംഭവം എന്ന് ചോദിച്ചു. അയ്യോ അൽത്താഫ് പറഞ്ഞു അയ്യോ അങ്ങനെയില്ല മാം, ജസ്റ്റ് നമ്മളെല്ലാം കൂടി എത്രയോ വർഷമായില്ല, അപ്പോൾ ഒന്ന് ഒരു ക്രൂ ആയിട്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെയാണ് ഞാൻ കൊച്ചി വരുന്നത്. കൊച്ചി വന്നപ്പോൾ ഇവരെല്ലാവരും അവിടെ മീറ്റ് ചെയ്തു. അപ്പോൾ ലാലുണ്ട്, പിന്നെ നമ്മുടെ അൽത്താഫ്, DOP എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അവരെല്ലാവരും കൂടി വന്ന് പിന്നെ എനിക്ക് അൽത്താഫ് പറഞ്ഞു ഒരു കോസ്റ്റ്യൂംസ് നോക്കി, മേക്കപ്പ് നോക്കി, അതൊക്കെ ചെയ്തിട്ട് പിന്നെ ഒരു സീൻ തന്നിട്ട് പറഞ്ഞു അപ്പൊ നമ്മുടെ സൈജു കുറുപ്പുണ്ട്, അപ്പോൾ സൈജുവും ഞാനും ആ ഡോക്ടറും പേഷ്യൻ്റ്, അപ്പോൾ ആ ഒരു സീന് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു മാമിൻ്റെ ഒരു രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ മൊത്തത്തിൽ അത് എന്താ ഇവരുടെ ക്യാരക്ടർ ഒന്നും ഡെവലപ്പ് ആയിട്ടില്ല നമ്മുടെ മൈൻഡിൽ. പിന്നെ അത്രയും വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. അവർക്ക് അതായിരുന്നു ഒരു ചെറിയൊരു ടെൻഷൻ, എങ്ങനെയാണ് മാം ഇനി വീണ്ടും അതിലേക്ക് ഇങ്ങനെ വരുന്നതെന്ന്. അപ്പം ഞാനത് നോക്കിയിട്ട് ഫസ്റ്റ് ഞാനത് അഭിനയിക്കുമ്പോൾ അത് കുറച്ച് നാച്ചുറലി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് അവർ പോകുന്നു, അവർ അറിഞ്ഞു അവർ ക്യാൻസർ ഉണ്ടെന്ന്. അപ്പോൾ ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സീനായിരുന്നു. പക്ഷെ ശരിക്കും എടുത്തതിൻ്റെ വ്യത്യാസം ഉണ്ട് നമ്മൾ പടത്തില്. പക്ഷെ ആക്ച്വലി ഞാൻ അവിടെ പോയിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്തത് ഇച്ചിരി ഇമോഷണൽ ആയിട്ടാണ്. അപ്പൊ കാരണം നമ്മൾ നാച്ചുറലി ആ ഒരു സ്കൂളിൽ വന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ മോഡേൺ സ്റ്റൈലിൽ ചിന്തിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ അത് സീൻ കണ്ടപ്പോൾ ഞാനിങ്ങനെ എന്നാ പറയൂ ഡോക്ടർ, അപ്പൊ ആ രീതിയിലായിരുന്നു. പക്ഷെ അപ്പൊ അത് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ആ ഒരു നാച്ചുറലി അവർ പിന്നീടാണ് പറഞ്ഞത്, പിന്നെയാണ് മനസ്സിലായത് മാമിന് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല, ഒരു കുഴപ്പമില്ല, മാം അങ്ങ് കൂളായിട്ട് അങ്ങ് കയറി വീണ്ടും അഭിനയിക്കാൻ. സോ ഇറ്റ് വാസ് ലൈക്ക് ആസ് ദോ യു ഹാവൻ ലെഫ്റ്റ് ദ ഇൻഡസ്ട്രി അറ്റ് ഓൾ എന്നൊരു ഫീൽ. അപ്പോൾ അവർക്ക് അതൊരു ഹാപ്പിയായി. പിന്നെ നമ്മൾ ഷൂട്ടിന് പോകുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ സീനൊക്കെ എടുക്കുമ്പോൾ അൽത്താഫ് എൻ്റെ അടുത്ത് പറയുന്നത് ഇത് ഭയങ്കര ബോൾഡാണ് ഈ ക്യാരക്ടർ. സോ അവർ ഒരിക്കലും ആ ഒരു ഇമോഷണലേ അല്ല ആ രീതിയിൽ. ബാക്കിയുള്ളവരാ കരയുന്നത്, അതിൽ അങ്ങനെ പറയും എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഇങ്ങനെ പോരുതെന്ന് പറയുന്നുണ്ടല്ലോ, മുഖം ഇങ്ങനെ കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്നൊക്കെ. സോ അതിലും ഡോക്ടർ പറയൂ ഈ സ്റ്റൈലാണ് അവിടെ കിടക്കുന്നത്. സോ ആ ഒരു ഇന്റർപ്രിട്ടേഷന്റെ വ്യത്യാസം അൽത്താഫ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഹീസ് ലൈക്ക് എ വെരി ബോൾഡ് ഡയറക്ടർ. അതായത് ക്ലിയർ കട്ടായിട്ട് പിക്ചർ ഉണ്ട് പുള്ളിയുടെ മൈൻഡിൽ. സോ ഹീ ഹാസ് നോ ഹെസിറ്റേഷൻ ടു ടെൽ യു. എത്ര സീനിയർ ആർട്ടിസ്റ്റ് ആണ്, ഇപ്പം ഞാനുണ്ടായിരുന്നു, ലാലൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അൽത്താഫിന് അങ്ങനെ ഒരു അയ്യോ ഇങ്ങനെ സീനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെ പറയും അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാനും ആദ്യം തന്നെ പറഞ്ഞു എന്തുണ്ടെങ്കിലും യു ഹാവ് ടു ടെൽ മീ. സോ ആ രീതിയിൽ അൽത്താഫ് ആ കാര്യത്തിന് എന്നെ വളരെയധികം സത്യം പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തു. കാരണം ഒരുപാട് അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യവും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമ്മളത് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അങ്ങനെ വേണം ഇങ്ങനെ ചെയ്യാം ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് ഡബ്ബിങ്ങും ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഒരു വോയിസിൻ്റെ ഒരു ചേഞ്ച് വേണം ഞങ്ങൾക്ക്. ഒരിക്കലും ഇനി വീണ്ടും ഒരു പുതിയ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതേ ഒരു സിമിലർ വോയിസസ് ഒരു ഫീൽ വരും. അപ്പോൾ മാം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഞണ്ടുകളുടെ നാട്ടിൽ തൊട്ട് ഡബ്ബിങ് തുടങ്ങിയത് തന്നെ പറയാം സ്വന്തമായിട്ട്. അത് ഇന്ന് വരെ ഞാൻ എല്ലാം സ്വന്തമായിട്ടാണ് ഡബ് ചെയ്തത്. ആദ്യ സിനിമകളിലൊക്കെ അത് ബിക്കോസ് മലയാളം ഒട്ടും അറിയില്ലായിരുന്നു. ഞാൻ നിദ്രയിലൊക്കെ വരുമ്പോൾ ABC അറിയില്ല, മലയാളം അറിയേയില്ല. ഇൻഫാക്ട് എല്ലാം എഴുതി തലേ ദിവസം സ്ക്രിപ്റ്റ് അതിൻ്റെ പഠിച്ച് ബൈഹാർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡയലോഗ് പിന്നെ ലളിത ചേച്ചിയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അതെ, അപ്പൊ ആ സമയത്ത് ഫസ്റ്റൊക്കെ എനിക്ക് തോന്നുന്നു കോട്ടയം ശാന്ത ചേച്ചി എന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവരാണ് ചെയ്തത്. പിന്നെ പിന്നെ ആനന്ദവല്ലിയാണ് പിന്നീട് ചെയ്ത് കുറെ ഇത്. ഭാഗ്യലക്ഷ്മി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ലിസി, അങ്ങനെ കുറെ പേര് മിക്സ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ April 19 എന്നൊരു ബാലേന്ദ്രമേന്റെ ഒരു പടം ഉണ്ടായിരുന്നു, അതിലാണ് ഞാൻ ആദ്യമായിട്ട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ ബാക്കിയെല്ലാം അതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മോസ്റ്റ്ലി ചകോരമൊക്കെ ആനന്ദവല്ലി ചേച്ചിയായിരുന്നു. പിന്നെ ഇവിടെ മറ്റേ ഞണ്ടുകളുടെ നാട്ടിൽ വന്നപ്പോഴാണ് സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ പീപ്പിൾ നോ മൈ വോയിസ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേറെ ആര് ഡബ് ചെയ്താലും അവർ പെട്ടെന്ന് അവർ പറയും ചേച്ചി അല്ലല്ലോ ഡബ് ചെയ്ത്
എന്ന് പറയും. പിന്നെ നമ്മുടെ മോണിറ്റർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മോണിറ്റർ ആയിരുന്നു ആദ്യം എനിക്ക് തോന്നിയ ഒരു എന്തോ ഒരു ഇറിറ്റേഷൻ ആയിരുന്നു എനിക്ക് സത്യത്തില് ഞണ്ടുകളുടെ നാട്ടിൽ വന്നപ്പോ. കാരണം മോണിറ്റർ അല്ല മറ്റേ മോണിറ്ററി വെക്കൂലേ സെറ്റില്, അത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ ഞണ്ടുകളുടെ നാട്ടിലെ സെറ്റിൽ പോകുമ്പോ ഞാൻ പെട്ടെന്ന് ഒക്കെ എല്ലാവരും റെഡിയാന്ന് പറയും. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒറ്റ മനുഷ്യനില്ല നമ്മുടെ മുമ്പില്, ക്യാമറ മാത്രം അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് എവിടെയാണ് ഡയറക്ടർ, നമ്മുടെ ഇങ്ങനെയല്ലേ കണ്ടിട്ടുള്ളത്, അപ്പൊ പറയാം എവിടെയാ ഡയറക്ടർ, എവിടെ, ഞാനിവിടെ ഉണ്ട് മാം, എവിടെയാന്ന് പറയാം. അവിടെ എവിടെയോ മോണിറ്റർ വെച്ച് അവിടെ തൊട്ടപ്പുറത്താണ് അൽത്താഫ് മൈക്കും പിടിച്ചത്. അപ്പൊ ഇതൊക്കെ ഒരു ന്യൂ സംഭവമായിരുന്നു. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു തുടക്കമൊക്കെ. ഗുഡ് ഡിസിഷൻ ആയിരുന്നു തിരിച്ചു വന്നത് അല്ലേ? ഡെഫിനറ്റ്ലി. കാരണം ഇപ്പോൾ വീണ്ടും വന്നതിന് വളരെയധികം സന്തോഷം. ഇപ്പോൾ 1980 സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് ഒരു 6 വർഷം സജീവമായിട്ട് നിൽക്കുന്നത്. സജീവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹിറ്റുകൾ ആ സമയത്ത് സിനിമയിൽ കൊണ്ടുവരികയും അത് കഴിഞ്ഞ് പിന്നീട് ഒരു ബ്രേക്ക്, അത് കഴിഞ്ഞ് പിന്നെ ഒരു തിരിച്ചുവരും. ഇപ്പോൾ ഈ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ പേഴ്സണൽ ലൈഫിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു ബ്രേക്കിൻ്റെ സമയത്ത് ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് ഒരു ഇതുണ്ടാവില്ല, എനിക്ക് ഇവിടെ ഇത് പറ്റുന്നില്ല അല്ലെങ്കിൽ തിരിച്ചു വരണം, ആ ഒരു സാധനമാണോ അതോ ആരെങ്കിലും പ്രചോദനം കൊണ്ടിട്ടാണോ പിന്നീട് തിരിച്ചു വരുന്നത്? ആക്ച്വലി ഞാൻ ഫസ്റ്റ് അഭിനയിക്കാൻ വന്നത് തന്നെ ഒരു രസത്തിന്റെ ആണ് ശരിക്കും, ഒരു പുതുമ, ഒരു പടത്തിന് വിളിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ബോംബെയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഡാൻസ് സ്കോളർഷിപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നുകൊണ്ട് ഐ ഹാഡ് വൺ ദ സ്കോളർഷിപ്പ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് ഫോർ ഡാൻസ്. അതിൻ്റെ പിക്ചേഴ്സ് കണ്ടിട്ടാണ് അത് ഭരതേട്ടൻ എൻ്റെ ചേട്ടനെടുത്ത് ചോദിക്കുന്നതും അപ്പോൾ അഭിനയിക്കുമെന്ന്. അപ്പോൾ ആ ഒരു ത്രില്ലില് എന്ന് പറയുന്നത് എനിക്ക് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ആർട്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ അതൊരു ജസ്റ്റ് പോയി നമ്മൾ അഭിനയിക്ക് തിരിച്ചു വരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നില്ല എൻ്റെ മൈൻഡിൽ. അല്ലെങ്കിൽ ഇന്നത്തെ പിള്ളേരെ പോലെ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്താണ് നമ്മുടെ കരിയർ അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുന്ന പോലെയല്ല. സോ അത് എനിക്ക് തോന്നുന്നു ഫാമിലീസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും സപ്പോർട്ടും ഉണ്ടാവില്ല സിനിമയിൽ. ഞാനൊക്കെ വരുമ്പോഴേക്കും വലിയ കുഴപ്പമില്ല, ഇറ്റ് വാസ് നോട്ട് ആസ് മച്ച് എസ് ലൈക്ക് എ ടാബു. പക്ഷെ എന്നാലും അമ്മയൊക്കെ സിനിമ വേണ്ട എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരുന്നു. പിന്നെ ചേട്ടൻ ഓൾറെഡി കെ ബാലചന്ദ്രൻ്റെ അസോസിയേറ്റ് ആയിരുന്ന സമയമായതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ഞാനൊക്കെ ഉണ്ടല്ലോ നമുക്ക് നോക്കാം. പ്ലസ് ഭരതേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ ഡയറക്ടറാണ്, അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ ദേ വെയിറ്റ് ടു ഗെറ്റ് ഹിസ് മൂവീസ്. അപ്പോൾ നമുക്ക് നോക്കാം, അതിന് അവിടെ വരട്ടെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ശരി എന്നാൽ വരാം എന്ന് പറഞ്ഞ് ഫസ്റ്റ് പോയി മീറ്റ് ചെയ്യുന്നതും. അന്നൊന്നും ഓഡീഷൻസ് ഇല്ല, അവർക്ക് ഒരു ആർട്ടിസ്റ്റിന് അങ്ങനെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഓക്കെ, അവരാണ് അത് ഓക്കെ പറയുന്നത്. അതെ. സോ ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ വരുമ്പോഴേക്കും അവർ ഓൾറെഡി ദേ ഹാഡ് ലൈക്ക് ഫിക്സ്ഡ് മീ ഫോർ ദ മൂവി എന്ന് പറയാം, ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ ആയിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത് തന്നെ. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ അത് വിട്ടപ്പോൾ അയ്യോ ഞാൻ സിനിമ വിട്ടല്ലോ, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ സമയത്ത്, അങ്ങനെ ഒരു തോന്നലൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഞാൻ ആ പ്രായത്തിൽ 19ാമത്തെ വയസ്സ് ഇപ്പോൾ 20ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ കല്യാണവും കഴിച്ചു. അപ്പൊ പിന്നെ ആ ഒരു ടോട്ടൽ ഡിഫറെന്റ് ഒരു മൂഡായിരുന്നു എനിക്ക്. ഈ കുഗ്രാമത്തിലൊക്കെ പോയി താമസിക്കുമ്പോഴും ശരിക്കും നമ്മള് ഒരു ഫാരി ടെയിൽ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരു ഫാസിനേഷന് അങ്ങനെയൊക്കെ. പിന്നെ നാട്ടിൻപുറത്ത് പോകുമ്പോ ആ ഒരു എനിക്ക് സ്വതവേ എനിക്ക് നാട്ടിൻപുറം ഇഷ്ടമാണ്. ഈവൻ ദോ ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ മുംബൈ, അത് ഭയങ്കര പക്കാ സിറ്റി ആണെങ്കിൽ പോലും ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഇവരിങ്ങനെ അവിടെ പോയി താമസിച്ചതെന്ന്. യുനോ ബിക്കോസ് ഇത്രയും സ്ട്രീറ്റിന്റെ സൗണ്ടും അതും ഒക്കെ ഉണ്ടായിട്ട് ഇവിടെ സൈലന്റ് ആണ്. പക്ഷെ ഐ ലൈക്ക് ദാറ്റ് സൈലൻസ്. പിന്നെ രാവിലെ നമ്മൾ എല്ലാ ഈ പുതിയ പുതിയ ഇതൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഇഷ്ടപ്പെട്ട് നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ശബ്ദങ്ങൾ ഇങ്ങനെ അടുപ്പ് ഇങ്ങനെ ചെയ്യുന്നതും അമ്മായിമ്മ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്യില്ലേ, അതൊക്കെ എനിക്ക് പുതുമയായിരുന്നു. നമ്മളൊക്കെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ പിന്നെ അമ്പലത്തിൽ പോവാ, തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ. അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല ഭംഗി നടന്നു പോകുന്നതും. സോ ഇറ്റ് വാസ് ടോട്ടലി ഞാനൊരു ഫിലിം ആക്ടർ ആണെന്നൊരു തോന്നലേ പോലും എനിക്ക് ആ സമയത്തില്ലായിരുന്നു. ഐ എം ലൈക്ക് എ ന്യൂലി മാരിഡ് പേഴ്സൺ. അതിന് ആ ഒരു വേറൊരു ലോകത്തായിരുന്നു. സോ ആ സമയത്തും പറഞ്ഞ പോലെ ഈ സിനിമയെക്കുറിച്ചൊന്നും ഞാൻ വന്നില്ല, അത് ഞാൻ കണ്ടിന്യൂ ചെയ്യണം അങ്ങനെ ഒരു തോട്ടേ ഇല്ലായിരുന്നു. ആ സമയത്ത് പിന്നെയും ബിക്കോസ് 80s to 90s 84 കല്യാണം കഴിച്ചു. ഐ തിങ്ക് ടിൽ 1990 വരെ ഐ വാസ് ലൈക്ക് ഇൻ മാരിഡ്. പിന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ട്രിവാൻഡ്രത്ത് ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാംസ്. ഐ വാസ്. അപ്പൊ അതുകൊണ്ട് പിന്നെ MG രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു ഞങ്ങൾ താമസിക്കുമ്പോൾ തൊട്ട് ബാക്ക് സൈഡ് പാരലൽ റോഡിൽ.
അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പോകുമ്പോൾ പാട്ട് എന്ന് കേൾക്കുക, അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു ആ രീതിയിൽ. MG ശ്രീകുമാർ ഉണ്ടാവും. സോ എല്ലാം ആ ഒരു രീതിയിൽ ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് പാറ്റേൺ നമ്മൾ ചിന്തിക്കുമ്പോഴും. പിന്നെ ശ്രീനാഥ് വാസ് ആക്ടിങ് ഓൾസോ അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പം ചിലപ്പോൾ ഞാൻ സെറ്റിലൊക്കെ പോകും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെ പ്രശ്നമില്ല. പിന്നെ ആ ഒരു കുട്ടിയുടെ കാര്യം വന്നപ്പോഴേക്കാണ് പിന്നെ ഐ വാസ് ടോട്ടലി ഡിപ്രസ്ഡ്. ആ സമയത്താണ് വീണ്ടും ഈ ചാൻസ് വരുന്നത്, നയം വ്യക്തമാക്കുന്നു. അപ്പോൾ നയം വ്യക്തമാക്കുന്നതിൽ പറഞ്ഞ പോലെ നിർബന്ധിച്ച് എന്നെ അതിലേക്ക് കയറ്റിയതാണ് വേണ്ടിയിട്ട്. അപ്പോഴും ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഐ കുഡന്റ് ആക്ട് എനിമോർ. എന്തോ അതും ദൈവാധീനം കൊണ്ട് നല്ല ഹിറ്റായ ഒരു പടമാണ്. അതിൽ പിന്നെ ആഫ്റ്റർ ദാറ്റ് ഐ ഹാഡ് വെരി ഗുഡ് ഫിലിംസ് കമ്മിങ് അപ്പ്. എല്ലാം വിഷ്ണു ലോകവും എന്നും നന്മകൾ, സോ ഓൾ ലൈക്ക് ടോപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ ആ സമയത്ത്. സോ പിന്നെ ആ ഒരു കണ്ടിന്യൂവേഷനിൽ കുറേ നല്ല നല്ല ഫിലിംസ് ആയിരുന്നു. സവിതം, പിന്നെ ചകോരം, ഇതിലൊക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സോ ദാറ്റ് ഗേവ് മീ എ ഡിഫറെൻറ്റ് ഫീൽ. നമുക്ക് ആ ഒരു രസത്തിൽ പോവായിരുന്നു. പിന്നെ സുഹൃതമായിരുന്നു എനിക്ക് തോന്നുന്നു ആ സമയത്ത് 95, 96. പിന്നെ ആ സമയമാകുമ്പോഴേക്കും ഒരു ഡൈവോഴ്സും ആയി. പിന്നെ 96 ആകുമ്പോഴേ അതാ പറഞ്ഞത് എൻ്റെ ലൈഫിന് ഇങ്ങനെ പോകും. പിന്നെ അതെ, നമ്മൾ അങ്ങനെ യൂസ്ഡ് ആയി ബിക്കോസ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനെ ചെയ്യാൻ പറ്റുമോ. സോ ഇറ്റ്സ് ബെറ്റർ എൻ്റെ ലൈഫിൽ ഇപ്പം നമ്മൾ സിനിമ കഥ പറയുന്ന പോലെയാണ് എൻ്റെ ലൈഫ് സത്യത്തിൽ. സോ ഇറ്റ് ഗോസ് അപ്പ് ആൻഡ് ഡൗൺ. ഇറ്റ് ഹാപ്പൻസ് ഇൻ ലൈഫ്. അത്ര ഞാൻ മാമോരുടെ അടുത്ത് പറയുന്നത് കേട്ടതുണ്ട്, കടലോളം സ്നേഹം ബാക്കിയുണ്ട് ഉള്ളിൽ എന്നുള്ളത്. അത് എന്താണ് പറയാനുള്ളത് അതിനെ കുറിച്ച്? അല്ല, ബിക്കോസ് അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ ലൈഫിൻ്റെ കുറേ ഇങ്ങനെ എക്സ്പീരിയൻസസ് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ നമുക്ക് പല പല ടൈപ്പ് ഓഫ് റൊമാൻസ് ആണ്. ഇപ്പം നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ടീൻസിലുള്ളപ്പോൾ നമ്മുടെ ഡ്രീംസ് വേറെയാണ് അല്ലേ. വി തിങ്ക് ഓഫ് എ പേഴ്സൺ ടു കം ഇൻ ടു അവർ ലൈഫ് നൈറ്റ്. സോറി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കല്യാണം വരുമ്പോൾ നാച്ചുറലി ആ സമയത്ത് നമുക്ക് നമ്മുടെ പാർട്ട്ണർ കിട്ടി. അപ്പോൾ അത് വേറൊരു റൊമാൻസ് ആയി. ഓരോ ലൈഫിലെ ഓരോ സെഗ്മെന്റും ഭയങ്കര മൈൻഡ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടല്ലേ? ശരിക്കും എനിക്കത് കിട്ടുന്നുണ്ട് ശരിക്കും. അല്ല, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എൻ്റെ ലൈഫ് സ്റ്റോറിയെ കുറിച്ച് ചിന്തിക്കും. കുറേ പേര് ആരോ പറഞ്ഞു ബുക്ക് എഴുതിക്കൂടെ മാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ചില സംഭവങ്ങൾ വെദർ വി ഹാവ് ടു ടെൽ ഇറ്റ് ഓർ നോട്ട്. സോ ആ രീതിയിൽ വരുമ്പോഴൊക്കെ കുറേയൊക്കെ നമ്മൾ വി വോണ്ട് സേ ഇറ്റ്. ദർ ആർ സം സീക്രറ്റ്സ് വിച്ച് വി ഡോണ്ട് വോണ്ട് ടു ബ്രിങ് ഇറ്റ് ഔട്ട്. അപ്പോൾ അങ്ങനത്തെ ലൈഫിന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിൽ സംഭവിച്ച പല കാര്യങ്ങളും നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സിനിമയിൽ ഇട്ടാൽ പോലും ആൾക്കാർ പിന്നെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കും എന്ന് വരെ ചോദിക്കും. സോ ഇറ്റ് ഹാസ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ ഹിസ്റ്ററി പോലെയാണ് സത്യത്തിൽ, ഒരു ബുക്ക് വായിക്കുമ്പോൾ നോവൽ പോലെയാണ് സത്യത്തിൽ നമ്മൾ ജീവിതം കാണേണ്ടത്. ബിക്കോസ് ജനിക്കുമ്പോൾ ഒരു സത്യം എന്തുവാ, മരിക്കും അല്ലേ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പിന്നീട് കുറേ ഒരു പ്രായം കഴിയുമ്പോഴാണ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കൂടിയും അങ്ങനെ എങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന്. കാരണം ഈ ഒരു 60s ഒക്കെ വരുമ്പോഴാണ് സത്യത്തിൽ ആ ഒരു തോട്ട് വരുന്നത്. കാരണം ഈ സമയം ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന 60s ആണ്. ഞാൻ പറയുന്നത് കാരണം ഇപ്പം നമുക്ക് ലൈഫിനെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സിനിമയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്നിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റി. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സിനിമ. എനിക്ക് ഇങ്ങോട്ട് തന്ന ക്യാരക്ടേഴ്സ്, പീപ്പിൾസ് ലവ്, എത്രയോ വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും അവരെന്നെ സ്നേഹിക്കുന്നുണ്ട്. സോ ഇത്രയും ഒക്കെ എനിക്ക് കിട്ടിയത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ 16-17 വയസ്സ് തൊട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഐ ഫീൽ ലൈക്ക് ഞാൻ സംതിങ് ഐ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ഫിലിംസ് ഓർ സംതിങ് ഐ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു പീപ്പിൾ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി, എൻ്റെ ലൈഫിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പീപ്പിൾ ഹു ക്യാൻ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. നമ്മളൊരു റോൾ മോഡൽ ആവാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. നമ്മൾ എന്തുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും കൂടെ ഞാൻ പറയുന്നത് ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് പീപ്പിൾ ടു റിപ്പീറ്റ് ദാറ്റ് സോർട്ട് ഓഫ് എ സിറ്റുവേഷൻ. വരുവാണെങ്കിൽ ഹൗ ടു മാനേജ്. ഞാൻ പറഞ്ഞത് കൗൺസിലിംഗിൽ പോയിരുന്നു. പടം ഇനി കിട്ടിയില്ലെങ്കിൽ വല്ല കൗൺസിലിംഗ് അല്ല, എന്തായാലും ഒരാൾ ഗോ ത്രൂ ചെയ്തുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാണ്ട് കിട്ടത്തില്ലല്ലോ. അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം മാം ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിലൂടെ നിൽക്കുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അതൊക്കെ ഫേസ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കുന്നതും എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇൻസ്പയർ ആവുന്നുണ്ട് കേട്ടോ. കാരണം ഈ 60s ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വരുമ്പോൾ ഞാനൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ഒരു 40 ആകുമ്പോൾ തന്നെ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. യു ഷുഡ് എൻജോയ് ലൈഫ്. അത് ഞാൻ പറയുന്നത്. നമ്മൾ ഞാൻ കുറച്ച് സദ്ഗുരു എന്ന് അദ്ദേഹത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ചൊക്കെ ഫോളോ ചെയ്യും. ഹിസ് ഫിലോസഫി ഈസ് സോ ഇൻട്രസ്റ്റിംഗ്. അതായത് വളരെ ഈസി ആയിട്ടാണ് പല കാര്യങ്ങളും. അത് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ലൈക്ക് യെസ് ദിസ് ഇസ് കറക്റ്റ്.
കറക്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ കുറച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോഴേ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ചേഞ്ച്. സോ ഇപ്പോൾ എൻ്റെ പിള്ളേരും ഞാനും എന്നും പറയുമ്പോൾ വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് അവരെന്നെ കളിയാക്കും, ഞാൻ അവർ അങ്ങനെയൊക്കെയാണ്. ശരിക്കും ഫ്രണ്ട്സ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ജനറേഷനായിട്ട് ഭയങ്കര വൈബാണ്. ഇപ്പൊ ഞാനൊരു TV സീരിയൽ ചെയ്യുന്നുണ്ടല്ലോ, മെഗാ സീരിയൽ ഒത്തിരി സ്വപ്നങ്ങൾ, മഴവില്ല. അതിൽ ഈ 4 പെൺകുട്ടികളാണ്. ഞങ്ങൾ ഭയങ്കര നല്ല വൈബാണ് അതിൽ. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങളൊക്കെ ആദ്യം മാമിനെ മീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ് വരുന്നത് നമുക്ക് എങ്ങനെ ആയിരിക്കും, ഒരു മാമാണ് ഇതിൽ അഭിനയിക്കുന്നു പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ടെൻഷനായി എന്ന് പറയും. അപ്പം പിന്നെ അവരിങ്ങോട്ട് എൻ്റെ അടുത്തൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇരിക്കുവാ, അത് ഫോണൊക്കെ നോക്കി. പിന്നീട് അവർ അങ്ങനെ എഴുന്നേറ്റിനെ അങ്ങോട്ട് പോകുമ്പോൾ അവരിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ആരും വന്നും മിണ്ടാത്തേ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയായിരുന്നു മാം എന്ന് പറഞ്ഞിട്ട്. പിന്നെയാണ് മനസ്സിലായത് മാം ഭയങ്കര ചില്ലാണ് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ക്രിസ്മസിന്റെ വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇനി? ഈ പുതിയ വീടാണ് എൻ്റെ, അറിയാലോ. സോ എല്ലാ ഫെസ്റ്റിവൽസും ഈ വർഷം വരുന്ന എല്ലാം എനിക്ക് അവിടെ പുതിയ വീട്ടിൽ ആഘോഷിക്കണം എന്നാണ് ആഗ്രഹം. ഇതേവരെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 2-3 ദിവസം കഴിയുമ്പോൾ ശബരിമലയിൽ പോകുന്നുണ്ട്. സോ അതൊരു എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. സോ അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഹോപ്പ്ഫുള്ളി അയ്യപ്പൻ നമുക്ക് നല്ലൊരു ദർശനം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഉള്ളത് ക്രിസ്മസ് ടൈമിൽ എനിക്ക് ഷൂട്ടുണ്ട്. ആണോ? അതെ, പക്ഷെ കൊച്ചി തന്നെയാണ്. അപ്പൊ മിക്കവാറും അത് നല്ലതാണല്ലോ, സെറ്റിൽ ആഘോഷം. പിന്നെ തീർച്ചയായിട്ടും പിന്നെ ഞാൻ ഓൾറെഡി സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട് വീടിന്റെ മുമ്പിൽ. സോ അവിടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും എല്ലാ ഫംഗ്ഷൻസും സെലിബ്രേറ്റ്. ഇപ്പൊ ദിവാലി ആയാലും കാർത്തിക ആയാലും എല്ലാം എവരിബഡി വാസ് സെലിബ്രേറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് അതേപോലെ തന്നെയാണെന്ന് തോന്നുന്നു ക്രിസ്മസ്. അവിടെയൊക്കെ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണല്ലോ നിൽക്കാറുള്ളത്. പിന്നെ ഞങ്ങളെല്ലാം ആക്ച്വലി ഞാൻ താമസിച്ച ഈ വീട് എടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ആ വീടും. കാരണം അവരെല്ലാം നിർബന്ധിച്ചിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതും. ഈ വീട് ഇവിടെ ഫ്രീ ആണ്, ഇവിടെ എന്നെ SK എന്നാണ് വിളിക്കുക അവർ. അപ്പോൾ അവർ US തന്നെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് എൻ്റെ. അപ്പോൾ ആ രീതിയിൽ അവർ തൊട്ടപ്പുറത്ത് ബംഗ്ലയിലാണ്, അപ്പുറത്ത് വേറെ വീട്ടിൽ വില്ലയിൽ വേറെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ വർഷമാണ് സത്യത്തിൽ പരിചയപ്പെട്ടത്. ബട്ട് സ്റ്റിൽ വി ഹാവ് ബിക്കം വെരി ക്ലോസ്. അപ്പോൾ എല്ലാവരും ഒരേ ഒരു കമ്മ്യൂണിറ്റിയിൽ അകത്ത് തന്നെ താമസിക്കുന്നുമുണ്ട്. സോ എനിക്ക് അത് വളരെ അധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ഏജിലും ആണെങ്കിലും നമ്മളിപ്പോൾ എൻ്റെ പിള്ളേർ 2 പേര് US-ലാണ്. അപ്പോൾ ഈ ഏജിലും നമുക്ക് ഒരു ആൾ കൂടെ ഒരു കൂട്ടില്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമാവില്ലേ. പക്ഷെ ഇവരെല്ലാവരും കൂടെ ലവ് മീ സോ മച്ച് ദാറ്റ് നമുക്കത് അങ്ങോട്ട് അതേപോലെ ഒരു വൈബാണ് എല്ലാം. സോ ആ രീതിയിൽ വി ആർ വെരി ഹാപ്പി. ഇപ്പോൾ ക്രിസ്മസ് ഏതെങ്കിലും സെറ്റിൽ വെച്ചിട്ട് ആഘോഷിച്ച ഏതെങ്കിലും ഒരു നിമിഷം ഓർമ്മ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇല്ലല്ല, ഏതോ ഒരു ചെറിയൊരു ഓർമ്മ എനിക്കത് ചകോരത്തിൻ്റെ സെറ്റിലാണോ, ഏതോ ഒരു ഗ്രാമപ്രദേശത്തിൽ എന്തോ ഒരുക്കി ഷൂട്ട് ചെയ്തതിൻ്റെ. അവിടെ ഈ കെറോൾ പോലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ഏത് പടം എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ സം സെറ്റിൽ ഇങ്ങനെ ഞങ്ങൾ നിൽക്കുമ്പോൾ അവിടുത്തെ അവിടുത്തെ ആൾക്കാരും എല്ലാം ഇങ്ങനെ ഇത് മറ്റേ ഇതൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് കമ്മിനോ ലൈക്ക് അങ്ങനെ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ എം സോറി, എനിക്ക് ആ പടത്തിന് എവിടെയാന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ബട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ദാറ്റ് വാസ് എ ന്യൂ തിങ് ഫോർ മീ. ബോംബെയിലൊക്കെ അങ്ങനെ കെറോളൊക്കെ അങ്ങനെ ഇല്ല. അത് നമ്മൾ സാധാരണ അവിടെയൊക്കെ പോകുമ്പോൾ ഈ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോളിലൊക്കെ പോകുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോഴാണല്ലേ കുറച്ചുകൂടി സെലിബ്രേഷൻസ്. US-ലുള്ളപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അതൊക്കെ കാണുമല്ലോ. എസ്പെഷ്യലി ന്യൂയോർക്കിലൊക്കെ ആകുമ്പോൾ നമ്മൾ ആ സ്നോവിൻ്റെയും പിന്നെ അവിടെ പോയിട്ട് ആ റോക്ക്ഫെല്ലറിൻ്റെ വലിയ ട്രീ ഒക്കെയാണ് ഐസ് സ്കേറ്റിംഗ്. പിന്നെ തീർച്ചയായിട്ടും കാരണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നാച്ചുറലി കൂടുതൽ ഭംഗിയും കൂടുതൽ ഇങ്ങനത്തെ ആഘോഷങ്ങളും US-ലാണ് കാണുന്നത്. നമ്മുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഫംഗ്ഷൻസ് ഓണം എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലി നമുക്ക് ഇവിടെയാണ്. അവിടെ ആണെങ്കിൽ പോലും നമ്മൾ ഇവിടത്തെ ആയിരിക്കും കൂടുതൽ നമ്മൾ താല്പര്യപ്പെടുന്നത്. ബട്ട് അതർവൈസ് ഐ തിങ്ക് ക്രിസ്മസിന് എനിക്ക് വലിയ അങ്ങനെ ഓർമ്മയില്ല. ഐ ഡോണ്ട് തിങ്ക് there has been anything interesting. സോ നമുക്കപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഞാൻ റാൻഡം ആയിട്ട് ചേച്ചി അഭിനയിച്ചേക്കുന്ന 1-2 മൂവീസ് കാണിച്ചു തരാം. അപ്പം അതിൽ ചേച്ചി ഒരുപാടൊന്നും പറയണ്ട, 2 വേർഡിൽ എന്താണ് പറയാനുള്ളത് അത് മാത്രം പറഞ്ഞത്. ചിലപ്പോൾ ചേച്ചിക്ക് ഓർക്കാൻ പറ്റുന്ന നല്ല മെമ്മറീസ് ഉണ്ടാവാം. റിലീസ് കഴിഞ്ഞിട്ടായിരിക്കാം, അതിന് മുമ്പായിരിക്കാം. ഓക്കെ, കാണുന്നുണ്ടോ? സവിതം, വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്. ഇതിനെക്കുറിച്ച് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് ഈ പടം ഞാൻ ചെയ്യാൻ ഉദ്ദേശമില്ലായിരുന്നു. അതാണ് ഫസ്റ്റ്. കാരണം ജോർജ് കിത്തു എന്നെ വിളിച്ചിട്ട് പറയുന്നു ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്,
അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അപ്പോൾ ഐ വാസ് ഇൻ മൈ 20s 25 26 ആയിരിക്കും ആ പ്രായത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഈ നരയൊക്കെ ഇട്ടിട്ട് മാധുവിൻ്റെ സുനിതയുടെ അമ്മയായിട്ട് ഞാൻ പറഞ്ഞു അയ്യേ ഫസ്റ്റ് ഓഫ് ഓൾ കൺവിൻസിങ് ആയിരിക്കത്തില്ല, ഞാനത് ചെയ്താൽ ശരിയാവില്ല. നമ്മളിപ്പോൾ ഹീറോയിൻ ലൈനിൽ അങ്ങനെ നിൽക്കും, ഇത് ഹീറോയിൻ മെയിൻ ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഏജിലുള്ള ഒരു നായികമാരും തയ്യാറാവില്ല. പക്ഷെ അതുകൊണ്ടല്ല എനിക്ക് സ്വയം കൺവിൻസ് ആവണ്ടേ. നമ്മൾ കൺവിൻസ്ഡ് അല്ലെങ്കിൽ പുറത്ത് ആൾക്കാർ കാണുമ്പോൾ കൺവിൻസിങ് അല്ലെങ്കിൽ പിന്നെ നല്ലൊരു റോൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ പിന്നെയാണ് നെടുമുടി വേണുചേട്ടൻ വിളിച്ചിട്ട് പറയുന്നത് നമ്മൾ ആക്ടേഴ്സ് ആണെങ്കിൽ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് നമ്മളെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം. അങ്ങനെ തന്നെ ചാലഞ്ചിങ് ആണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ആ പടത്തിന് വിളിക്കുന്നത്, അവാർഡ് കിട്ടുന്നത്. അതിന് മുമ്പത്തെ വർഷം എനിക്ക് തോന്നുന്നു വേറെ നായികയായിട്ട് വേറെ പടവും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫ്രീഡം മലയാളം ഓഡിയൻസ് ഹസ് ഗിവൻ മീ. ആഹാ എന്നും നന്മകൾ. ഓഫ്കോഴ്സ് ഇത് ഞാൻ വന്ന ഉടനെ നയം വ്യക്തമാക്കുന്നു കഴിഞ്ഞ് എന്നും നന്മകൾ ചെയ്തിട്ടാണ് പിന്നെ വിഷ്ണു ലോകത്തിലോട്ട് പോകുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് മമ്മൂക്കയുടെ പടം, ജയറാമിൻ്റെ പടം, പിന്നെ അത് കഴിഞ്ഞ് വിഷ്ണു ലോകത്തിലെ ലാലിൻ്റെ കൂടെ. സോ ഇറ്റ് വാസ് ലൈക്ക് അതെ മിണ്ടാത്തത് എന്നും നന്മകൾ. പിന്നെ സത്യേട്ടൻ്റെ പടം, അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ചെയ്യാൻ. സത്യേട്ടൻ്റെ പടം ഞാൻ അതിന് മുമ്പ് ചെയ്തില്ലായിരുന്നു. ഇതിൽ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓക്കെയും പറഞ്ഞു. പിന്നെ ഇങ്ങനെ അപ്പോഴും ഞാൻ ഓർത്തില്ല ഇങ്ങനെ ജയറാമിൻ്റെ കൂടെ ആണെങ്കിൽ ശ്രീനിയേട്ടനുണ്ട്, അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഏതോ നമ്മളൊരു നല്ലൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് അടിപൊളി ടൈം പാസ് ആയിരുന്ന ഒരു പടമായിരുന്നു, നല്ലൊരു പടമായിരുന്നു. ഇത് റീസെന്റ് മൂവി എൻ്റെ ഉമ്മാൻ്റെ പേര് ഇതിൽ ക്യാമിയോ ആണ് അതിൽ. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു 2 days ഐ തിങ്ക് ഞാൻ ഏതോ ഒരു പടം ലോനപ്പൻ്റെ മാമോദീസ് അങ്ങനെ എന്തോ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് കോഴിക്കോട് ഷൂട്ടുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ക്യാമിയോ 1 ദിവസത്തെ 2 ദിവസത്തെ മാക്സ് വർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ചെയ്തതാ. പക്ഷെ എന്നാൽ പോലും നോട്ടബിൾ ആയിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ടോവിയുടെ കൂടെയുള്ള ക്യാരക്ടർ. കേൾക്കാത്ത ശബ്ദം, യെസ്. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫിലിം കരിയറിലെ 3ാമത്തെ മറ്റും ഫിലിമാണെന്ന് തോന്നുന്നു, 3ാമത്തെയോ 4ാമത്തെ പടമാണ് ഇത് ചെയ്തത്. ബാലേന്ദ്ര മേനൻ്റെ താരാട്ടായിരുന്നു ആദ്യം ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ചെയ്യുന്ന പടമാണ് കേൾക്കാത്ത ശബ്ദം. കേൾക്കാത്ത ശബ്ദത്തിൽ ബാലേന്ദ്ര മേനൻ്റെ സിസ്റ്ററായിട്ടാണ് ഞാൻ വരുന്നത്. അതിലൊരു നല്ലൊരു പാട്ടുണ്ട്, ആന പളുങ്ങ് കൊണ്ടൊരു ആന എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ കളിപ്പിക്കുന്നതായിട്ട്. അഫ്കോഴ്സ് നിങ്ങൾ കേട്ട് കാണാൻ വഴിയില്ല, കാരണം ഇത് 82 83 ആ സമയത്തുള്ള പടങ്ങളാണ്. എന്തായിരുന്നു പാട്ട്? ആ പാട്ട് പാടാറിയോ? അത് ബാലേന്ദ്ര മേനൻ തന്നെ പാടിയ പാട്ടാണ്. രണ്ടുപേര് നമ്മൾ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എനിക്ക് ലിറിക്സ് ഓർമ്മയുണ്ടോന്ന് അറിയില്ല മോളെ. ഞാൻ ആന പളുങ്ങ് കൊണ്ടൊരാന ആടുന്ന ആന ഓടുന്ന ആന കനിമാക്കന്നാന അങ്ങനെ എന്തോ ഒരു സംഭവം. അധികം ലിറിക്സ് അറിയില്ല. ഇത്രയൊക്കെ അങ്ങനെ ഒരു കൊച്ചിനെ കളിപ്പിക്കുന്നതാണ് അത് വെച്ചിട്ട്, അംബികയുടെ കൊച്ച് അതില്. ഈ പടമൊക്കെ പിന്നെ അടിച്ചു പൊളിച്ച് എത്രയോ ഫേമസ് ഭയങ്കര പോപ്പുലർ ആയ ഒരു പടമാണ്. KG വിശ്വംഭരൻ സർ ഡയറക്റ്റ് ചെയ്ത ഒരു പടം. ഇതിന് കണ്ടത് ഇറ്റ് വാസ് എ റീമേക്ക് ഓഫ് എ തമിഴ് പടം. എന്ന് പറഞ്ഞ സുഹാസിനി ചെയ്ത ക്യാരക്ടറാണ്. ഈ പടത്തിന് വിളിക്കുന്നത് ഈ കംപ്ലീറ്റ് ചിത്രാഞ്ജലി സ്റ്റുഡിയോസിലെ സെറ്റ് ഇട്ട് എടുത്ത ഒരു പടമാണ്. അതെ, പിന്നെ ഞങ്ങൾ ഇതിൽ മോസ്റ്റ്ലി അതിലാകെ ആ ഒരു സ്വർണ്ണമുഖിയിലെ പാട്ടുമൊക്കെയാണ്, ശംഖുമുഖം ബീച്ചിലും അതിലൊക്കെ. പിന്നെ ഇതിലെ കുറേ പാട്ടുകൾ ഫേമസ് പാട്ട്, മാവേലിക്കും പൂക്കളം, ആ ഒരു പാട്ടുണ്ടല്ലോ, മാവേലിക്കും പൂക്കളം, അതും കേട്ടിട്ടില്ല? അത് സ്വർണ്ണമുഖിലെ എല്ലാവരും കേട്ടിട്ടാണ്. മാവേലിക്കും പൂക്കളം ഓണത്തിന്റെ ഒരു പാട്ടാണ്. അതിൽ തന്നെ പിന്നെ അപ്പോൾ സോങ്സ് വളരെ പോപ്പുലറായ സോങ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ മുകേഷ്, ജഗദീഷ് ശ്രീകുമാർ, പിന്നെ ആരാണ് ശ്രീനാഥ്, പിന്നെ സന്തോഷും മണിയമ്പിള്ള രാജു, ഇവരാണല്ലോ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അതിൽ. സോ അതാ ഒരു പിന്നെ സുകുമാരി ചേച്ചിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ. ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ചിത്രാഞ്ജലിയുടെ അകത്ത് നമ്മൾ ദിവസം കയറി പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഹോൾ സെറ്റ്, ഒരു കംപ്ലീറ്റ് സ്ട്രീറ്റ് പോലെയാണ്. അങ്ങനെയൊക്കെ ഇവരൊക്കെ ഒരു മതിലുണ്ടാവും, ഇവരെല്ലാവരും ഈ മതിലിന്റെ മണ്ടേ കയറി ഇരിക്കുന്നത്. എക്സ്പെരിമെന്റ് തന്നെ ആയിരിക്കുമല്ലോ. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഫിലിം. ഇത് ചെറിയൊരു ചേച്ചി ചെയ്ത 1-2 പടങ്ങളുടെ പേര് ഞാൻ പറയും. ക്യാരക്ടർ നെയിം ഒബ്വിയസ്ലി ഓർമ്മ ഉണ്ടാവും ഇല്ലേ? അല്ല, എന്നാലും ഞാനും ഹെൽപ്പ് ചെയ്യാം. റെഫറൊക്കെ ചെയ്ത്. നിദ്ര, അശ്വതി,
ഓക്കെ ഡൺ. സവിതം. സവിധത്തില് അയ്യോ എന്താണ് സുധാ തമ്പുരാട്ടി. കേൾക്കാത്ത ശബ്ദം. ഓ അത് കേൾക്കാത്ത ശബ്ദമൊക്കെ 83 കേൾക്കാത്ത ശബ്ദം. സുഷമ. സുഷ്മ ഞാൻ ഇതിപ്പോ ചേച്ചിയുടെ മറ്റേ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന മെമ്മറി ടെസ്റ്റ് ആണല്ലേ? അത് വളരെ മോശമാണ്. മായ മയൂരം. അത് ഡോക്ടറല്ലേ? അതില് രാധാണോ? അല്ല ഇല്ല മോളെ. വിമല. വിമല. ഓ വിഷ്ണുലോകം. അത് പിന്നെ ആക്ച്വലി ദേവി എന്നാണ് കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്നത്. സാവിത്രിക്കുട്ടിയാണ്. സാവിത്രിക്കുട്ടി. ഇത് ഞങ്ങളുടെ കഥ. പ്രഭ. കിലുക്കം കിലുകിലുക്കം. കിലുക്കം കിലുകിലുക്കത്തിൽ ഞാനില്ല, കിലുകിലുക്കത്തിലാണ് ഞാനുള്ളത്. കിലുകിലുക്കം. അതെല്ലാവരും സംശയം വരും. കിലുക്കം മാത്രം പറയും. കിലുക്കം കിലുകിലുക്കം. കിലുകിലുക്കം എന്നാണ്. അത് ബാലേന്ദ്രന്റെ പടമാണ്. അതിലെ അഞ്ജലി തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അഞ്ജലി അഞ്ജലി. നയം വ്യക്തമാക്കുന്നു. അത് പിന്നെ ഇവളല്ലേ നമ്മുടെ വത്സല ടീച്ചർ. ചെങ്കോൽ. ചെങ്കോലോ? ചെങ്കോലിന് എനിക്ക് ഓർമ്മയില്ല. അത് അമ്മായിയമ്മയല്ലേ? മാധവി വർമ്മ. മാധവി വർമ്മ. ഒട്ടും ഓർമ്മയില്ല. ഓക്കെ, താങ്ക് യു. നോട്ട് ബാഡ് അല്ലേ? എത്ര ചോദിച്ചു? അതിന് എത്ര മാർക്ക് ഉണ്ട്? ഒരു 2 തെറ്റിന്ന് തോന്നുന്നു. അപ്പൊ കുഴപ്പമില്ല. 8 മാർക്ക് പാസ്സായി. ഓക്കെ, താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇത്രയും സംസാരിക്കുന്നൊന്നും എനിക്ക് വരുമ്പോ അറിയില്ലായിരുന്നു. ഞാൻ സംസാരിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയോ എന്ന് വെച്ചാൽ എന്താ ചോദിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി ഇങ്ങനെ കഥ കേട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. സെല്ലുലോയിഡിന്റെ വക ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്. സോ ചേച്ചി ഇങ്ങനെ കാണിക്കണം. അപ്പൊ ഗിഫ്റ്റ് ഇവിടെ വരും. ഓക്കെ, റെഡി. അടിപൊളി കേക്കാണല്ലോ. എന്ത് കത്തിയൊക്കെ റെഡി. നമുക്ക് കട്ട് ചെയ്യാ, കഴിക്കുക. മെരി ക്രിസ്മസ്. എല്ലാവർക്കും മെരി ക്രിസ്മസ്. എൻജോയ് ക്രിസ്മസ്. ഞങ്ങൾ കട്ട് ചെയ്യാലോ? ചേച്ചി ഇവിടെ വെക്കട്ടെ. മെരി ക്രിസ്മസ് എല്ലാവർക്കും. ഇതാർക്കാ ഫസ്റ്റ് പീസ്? പ്രേക്ഷകർക്ക് കൊടുത്തോ? കറക്റ്റ്. അപ്പോ സെല്ലുലോയിഡ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും, ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സിനും തനിക്കും എനിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ മെരി ക്രിസ്മസ് ആൻഡ് എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ 2026. താങ്ക് യു. അപ്പൊ ചേച്ചി, നമ്മളിപ്പോ ചേച്ചിക്ക് ഒരു ചെറിയ കുട്ടി ഗിഫ്റ്റ് തന്നു. അപ്പൊ എനിക്ക് എന്താ ചേച്ചി ഗിഫ്റ്റ് തരാൻ പോകുന്നത്? ചോദ്യം നോക്കാം. എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നും ഇല്ല മോളെ. പക്ഷേ ഇഫ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ്, ഒരു 2 വരി പാട്ട് പാടാം. ഓ, ധാരാളം. അതായത് എൻ്റെ തന്നെ ഒരു പടത്തിന്റെ പാട്ടാണ്. പഴയ പടമാണ് അത്. ആ പാട്ട് നിങ്ങൾ മിക്കവരും ചിലപ്പോൾ കേട്ട് കാണത്തില്ല, ബിക്കോസ് നിങ്ങളുടെ ജനറേഷൻ കേൾക്കാൻ. എന്നാലും പാടാം, ബിക്കോസ് ഇറ്റ്സ് ആപ്റ്റ് ഫോർ ദ വൈബ്. ഓക്കെ. നവവർഷത്തിൻ രജനി നർത്തനശാലയിൽ വന്നു, കനക ചിലങ്ക കെട്ടി, കയ്യാൽ താളം കൊട്ടി. കയ്യാൽ താളം കൊട്ടി. നവവർഷത്തിൻ രജനി ലലാ. We are young, the night is young. Wish you happy new year. Happy, happy, happy new year. Happy, happy, happy new year. Happy New Year 2026. എനിക്ക് എല്ലാവരോടും പറയാലോ, ചേച്ചി എനിക്ക് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ടെന്ന്. God bless. So much. Thank you so much. ചേച്ചിക്കും ഈ വർഷം ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഇനിയും തുടർന്ന് ആക്റ്റീവ് ആയിട്ട് തന്നെ സിനിമയിൽ ഉണ്ടാവട്ടെ. Thank you മോളെ. Thank you so much. Thank you for this opportunity. Thank you.